ചോദ്യം നമ്പർ 242 ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ, ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി വകുപ്പ് മന്ത്രി. സർ, ഇന്നത്തെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രജിസ്ട്രേഷൻ വകുപ്പിൽ നടന്നു വരുന്ന വിവിധ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മുടെ മുൻ മന്ത്രി ശ്രീ ആസുമനയുണ്ട്. നിരവധി കാര്യങ്ങൾ ഈ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ തന്നെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിലെ ആധാരം ആ ജില്ലയിലെ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള എനിവർ രജിസ്ട്രേഷൻ സൗകര്യം സുപ്രധാനമായ ഒന്ന്. എല്ലാ മൂല്യങ്ങൾക്കുമുള്ള മുദ്രപത്രങ്ങൾക്ക് 1/4/2023 മുതൽ ഈ സ്റ്റാമ്പിംഗ് സംവിധാനം നടപ്പിലാക്കിയിരുന്നു. ഇതിൻ്റെ പരീക്ഷണ പരിപാടിയും സംസ്ഥാനത്തെ 14 സബ് രജിസ്ട്രാർ ഓഫീസുകൾ നടന്നു വരിക. ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ഓൺലൈൻ മുഖാന്തരം ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നടപ്പിലാക്കിയിട്ടുണ്ടായി. വാണിജ്യ ബാങ്കുകളിൽ നിന്നും ചെറുകിട വ്യവസായ വായ്പകളും വ്യക്തിഗത വായ്പകളും ലഭിക്കുന്നതിനാവശ്യമായ കരാറുകൾക്ക് ഈ സ്റ്റാമ്പിംഗ് സൗകര്യം ഉപയോഗിച്ച് പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്ന ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോം. ആധാര മാതൃകകൾ ലളിതവൽക്കരിച്ചുകൊണ്ട് അവ കമ്പ്യൂട്ടറിലൂടെ തന്നെ തയ്യാറാക്കുന്നതിനുള്ള സൗകര്യം നടപ്പിലാക്കുന്നതിനാവശ്യമായ വെബ് ക്യാമറ, ബയോമെട്രിക് സ്കാനർ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാഡ് എന്നിവ എല്ലാ സബ് രജിസ്റ്റർ ഓഫീസിലും സ്ഥാപിച്ചു. ഈ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി ആധാര കക്ഷികളുടെ ഫോട്ടോയും വിരൽപ്പതിപ്പും ഡിജിറ്റൽ രൂപത്തിൽ തന്നെ ആധാരത്തിലെ പുറത്തെഴുത്തായി വരുന്നു. ഈ സൗകര്യം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷണ പരിപാടി സംസ്ഥാനത്തെ 14 ജില്ലകളിലും 14 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നടന്നു വരികയാണ്. ന്യായവില പരിഷ്കരിച്ചത് മൂലം 2021-22 41.58%, 22-23 27.7% റവന്യൂ വരുമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. മറ്റ് പരിഷ്കാരങ്ങളുടെ ഫലമായി ഉണ്ടായിട്ടുള്ള പ്രവർത്തന മികവും റവന്യൂ വരുമാനത്തിൽ വന്നിട്ടുള്ള വർധനവും പ്രത്യേകമായി വിലയിരുത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ GST കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് രജിസ്ട്രേഷൻ വകുപ്പ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനുള്ള കാര്യക്ഷമ ശ്രദ്ധയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വകുപ്പിലെ വിവിധ ഓഫീസുകളിൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിനായി 33 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആധുനിക കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കുകയുണ്ടായി. 18 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്കുള്ള ഇരിപ്പിട സൗകര്യം ഉൾപ്പെടെ കൗണ്ടർ സംവിധാനം സ്ഥാപിച്ചിരുന്നു. വകുപ്പിലെ കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ ചുവടെ ചേർക്കുകയാണ്. 2021-22 രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ ഭാഗമായി വകുപ്പിലെ ഓഫീസുകളിൽ 75 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, 4 ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, 20 ഡിജിറ്റൽ ക്യാമറ എന്നിവ വിതരണം ചെയ്തു. 2022-23 രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ ഭാഗമായി വകുപ്പിലെ ഓഫീസുകളിൽ 94 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, 31 ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, 1 ഡിജിറ്റൽ ക്യാമറ എന്നിവ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. 23-24 രജിസ്ട്രേഷൻ നടപടികളുടെ ലഘൂകരണം എന്ന പദ്ധതിയുടെ ഭാഗമായി 360 വെബ് ക്യാമറ, 375 ബയോമെട്രിക് ഡിവൈസ്, 350 ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാഡ്, 322 മൾട്ടി ഫംഗ്ഷൻ പ്രിൻ്റർ, 35 ലേസർ പ്രിൻ്റർ എന്നിവ എല്ലാ സബ് രജിസ്റ്റർ ഓഫീസുകളിലുമായി വിതരണം ചെയ്തു കഴിഞ്ഞു. രജിസ്ട്രേഷൻ വകുപ്പിലെ മുൻ ആധാര വാല്യങ്ങളുടെ സംരക്ഷണത്തിനും അവ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ രജിസ്റ്റർ വാല്യങ്ങളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കുകയും ആധാര പകർപ്പുകൾ ഓൺലൈനായി നൽകുന്നതിനുള്ള സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ സ്കാനിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. കുറച്ച് ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. സർ, ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്നത് മൂലം സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായി കണക്കാക്കിയിട്ടുണ്ടോ? ഇതുമൂലമുള്ള മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാമോ? സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുകൂടി ആവർത്തിക്കോ? ശ്രീ സി കെ ഹരീന്ദ്രൻ. ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്നത് മൂലം സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുമൂലമുള്ള മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ട് സാർ. ഈ സ്കാനിംഗ് സമ്പ്രദായം പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണെന്ന് മാത്രമല്ല സർക്കാരിന് അത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ മുദ്രപത്രങ്ങൾ നാസിക്കിലെ സെക്യൂരിറ്റി പ്രസിലാണ് തയ്യാറാക്കി വരുന്നത്. ഇതിൻ്റെ വ്യത്യസ്ത മൂല്യങ്ങളുള്ള പ്രിൻറ്റിങ്ങിനും അതിൻ്റെ വിതരണത്തിനും വലിയ സാമ്പത്തിക ചിലവുണ്ടാകുന്നു. എന്നാൽ
ഈ സ്റ്റാമ്പിംഗ് സമ്പ്രദായം വഴി ഏത് മൂല്യത്തിലുള്ള മുദ്രപത്രവും ഓൺലൈനായി ലഭ്യമാക്കാൻ കഴിയും. ഇതുവഴി സംസ്ഥാനത്തിന് പ്രതിവർഷം 60 കോടി രൂപയോളം പ്രിന്റിംഗ് ചെലവിനത്തിൽ മാത്രം ലാഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുദ്രപത്രങ്ങൾക്കുള്ള ക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. മുദ്ര വിലയിനത്തിലുള്ള ചോർച്ച പൂർണ്ണമായും തടയുകയും മുദ്രവില നിർണ്ണയം കൂടുതൽ സുതാര്യമാക്കുകയും ചെയ്യും. വിവിധ വകുപ്പുകൾ IT സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് മുദ്രവില ആകർഷിക്കുന്ന എല്ലാ ഇടപാടുകൾക്കും ശരിയായ മുദ്രവില ഈടാക്കാൻ സാധിക്കുകയും ഇതെല്ലാം വഴി നമുക്ക് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നതിന് ആഴ്ചകളുടെ കാലതാമസം വന്നിരുന്നത് മൂലം അത്യാവശ്യ വായ്പ എടുക്കാൻ പോലും ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു. ആധുനികവൽക്കരണം മൂലം ഇതിന് പരിഹാരമായിട്ടുണ്ടോ? ആധുനികവൽക്കരണം കൊണ്ട് സർ, ഈ പറഞ്ഞ കാര്യം ശരി. ബാധ്യതാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് ആഴ്ചകളുടെ കാലതാമസം വന്നിരുന്നു. അതുമൂലം അത്യാവശ്യ വായ്പ എടുക്കാൻ പോലും ജനങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കെടുത്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം കണക്കെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ആധുനികവൽക്കരണം മൂലം ഇതിന് പരിഹാരമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ആ പ്രയാസങ്ങൾ എന്നാൽ ഡിജിറ്റൈസേഷൻ നടപ്പിലാക്കിയ വഴി ബാധ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനും ആവശ്യക്കാരന് ഓഫീസിൽ ചെല്ലാതെ തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയുന്നു. ഇതുമൂലം കാലതാമസം കൂടാതെ ഇത് ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രായോഗികമായ വശം. ശ്രീ പി മമ്മിക്കുട്ടി. സാർ, ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവൃത്തികളെ അഭിനന്ദിക്കാം. ഈ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോക്കുവരവ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾക്കും മറ്റുമായി ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ, ആ അവസ്ഥക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പരിഷ്കരണങ്ങൾ കൊണ്ട് പരിഹാരം കാണാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ഈ പരിഷ്കാര നടപടികളൊക്കെ തന്നെ ചെറുതുകളിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ ചില പരിമിതികളൊക്കെയുണ്ട്. ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോക്കുവരവ് നടപടികൾക്കായി റവന്യൂ സർവേ വകുപ്പുകളിലാണ് തുടർ നടപടികൾ നടത്തേണ്ടത്. ഇതുമൂലം ഒരാൾ ഒന്നിലേറെ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന സ്ഥിതിയുണ്ട്. ഈ പരിഷ്കാരങ്ങൾ തീർച്ചയായും അത് കാര്യങ്ങൾ നടക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഇത്തരം പ്രയാസങ്ങൾ നിലവിലുണ്ടായിരുന്നത് കണക്കിലെടുത്തുകൊണ്ട് ആധുനികവൽക്കരണ നടപടികളുടെ ഭാഗമായി പേൾ പാക്കേജ് ഓഫ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് രജിസ്ട്രേഷൻ ലോസ് എന്ന വകുപ്പിൻ്റെ സോഫ്റ്റ്വെയർ സംവിധാനത്തെ റവന്യൂ സർവേ വകുപ്പുകളുമായി സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ സേവനങ്ങൾക്കും ഒരു പോർട്ടൽ എന്ന ആശയം നടപ്പിലാക്കുന്നതോടൊപ്പം ആധാരത്തോടൊപ്പം തന്നെ ഡിജിറ്റൽ രൂപത്തിലുള്ള സർവേ സ്കെച്ചും ലഭ്യമാക്കാൻ പദ്ധതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ഈ 3 വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യം നടന്നു വരികയാണ്. ഇതിനായി 264 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇത് പ്രാവർത്തികമാകുന്നതോടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീമതി കാനത്തിൽ ജമീല. സംസ്ഥാനത്ത് ഇതിനകം എത്ര രജിസ്ട്രാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പറയാം? എത്ര ഓഫീസുകളിൽ ചോദ്യം കഴിഞ്ഞു. സർ, ഇത് ഈ പിന്നെ എത്ര സബ്ജക്ട് രജിസ്ട്രാർ ഓഫീസുകളിൽ ഇതിന് ഇൻ്റർനെറ്റ് അതിസേവനം ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. സർ, കേരളത്തിലാകെയുള്ള 315 സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇൻ്റർനെറ്റ് സേവനം ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ, കെൽട്രോൺ, BSNL, കേരള സംസ്ഥാന IT മിഷൻ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലഭ്യതയും പ്രയോജനക്ഷമതയും കൂടുതൽ ജനോപകാരപ്രദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ശ്രീ ജി സ്റ്റീഫൻ. സർ, സംസ്ഥാനത്ത് ഡിജിറ്റലൈസേഷനിലൂടെ വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കിയ വകുപ്പുകളിലൊന്നാണ് രജിസ്ട്രേഷൻ വകുപ്പ്. ആധാർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിലവിലെ പോർട്ടൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ കൂടി ലിങ്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ ചോദ്യം, സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ രേഖകളുടെ കാര്യക്ഷമവും സുരക്ഷിതവുമായ സൂക്ഷിപ്പ് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇതിന് എന്ത് നടപടികളാണ് വകുപ്പ് നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ രേഖകളുടെ സൂക്ഷിപ്പുകൾ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇതനുസരിച്ച് സൂക്ഷിപ്പ് പരമപ്രധാനമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ ശാസ്ത്രീയവും ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിന് ആധുനിക രീതിയിലുള്ള റാക്കുകൾ അഥവാ
കോമ്പാക്ടറുകൾ സ്ഥാപിക്കുന്നതിനും രേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അതിന് സമയം നഷ്ടം ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ വേഗതയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. ശ്രീ മഞ്ഞളാംകുഴി. ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിലെ 1987 ശേഷം രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിൽ വില കുറച്ചാണ് കാണിച്ചത് എന്ന് അറിയിച്ചുകൊണ്ട് ധാരാളം റവന്യൂ റിക്കവറി നോട്ടീസുകൾ വരുന്നുണ്ട് സർ. ഇത് ഓഡിറ്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് അയക്കുന്നത്. ഇത് കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് തൊട്ടടുത്ത ജില്ലകളിലൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും ഇതേ രീതിയിൽ വരുന്നില്ല. സർ, എന്താണ് ഇതിന് പ്രത്യേകത? ഈ ഒരു ഇത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയേറെ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്? അത് അടിയന്തര പ്രാധാന്യത്തിലതിനെ പരിശോധിച്ചുകൊണ്ട് അതിന് തക്കതായ നടപടികൾ സ്വീകരിക്കുക. ശ്രീ തോമസ് കെ തോമസ്. സാർ, കുട്ടനാട്ടിലെ രജിസ്റ്റർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു പഴയ കെട്ടിടം നിൽപ്പുണ്ട്. അത് ഏത് സമയത്തും ഇടിഞ്ഞു വീണ് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അങ്ങയുടെ പരിധിയിൽപ്പെട്ടതാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ, ഞാൻ പല പ്രാവശ്യം ഇടപെട്ടിട്ടും അത് ഇടിക്കുന്നില്ല. എന്താണ് കാരണം? പുതിയ കെട്ടിടം വന്നു, പക്ഷെ മുന്നേ ഇരിക്കുന്ന കെട്ടിടം ഭയങ്കര അപകട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടിയിൽ അങ്ങയുടെ ബഹുമാനപ്പെട്ട തോമസ് ചേട്ടൻ പറഞ്ഞതുപോലെ ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നതാണ്. പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ അത് സൂക്ഷിക്കപ്പെടേണ്ടതാണോ അത് കുഴപ്പമില്ലെന്നതാണോ. എന്നെ വിളിക്കുന്നത് കേട്ടോ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്ലിയർ ആക്കുന്നതിന് വേണ്ടി, അഴിമതി രഹിതമാക്കുന്നതിന് വേണ്ടി അങ്ങനെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അഴിമതി രഹിതമാക്കുന്നതിന് വേണ്ടി നേരത്തെ കുറേ നടപടികൾ എടുത്തതായി ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചു. സർ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒട്ടനവധി ആക്ഷേപങ്ങളും വരുന്നുണ്ട്. സർ, ഈ കാലഘട്ടത്തിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എത്ര റെയ്ഡ് നടത്തിയിട്ടുണ്ട്? എത്ര ആളുകളെ പ്രതികളാക്കിയിട്ടുണ്ട്? ആർക്കെതിരെയെങ്കിലും അത് ശിക്ഷാ നടപടികൾ എടുത്തിട്ടുണ്ടോ? അതിൻ്റെ കൃത്യമായ കണക്ക് അങ്ങ് വിശദീകരിക്കുന്നു. ഈ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചതിന് ഓൺ ദ സ്പോട്ട് മറുപടി പറയുന്നതിന് അതിന് രേഖകൾ വേണ്ടതുണ്ട്. തീർച്ചയായും ഇത്തരം അപാകതകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ പരിശോധനയും തുടർ നടപടികളും ഉണ്ടാകും എന്നാണ് എനിക്ക് അറിയിക്കാൻ. ശ്രീ അനൂപ് ജേക്കബ്. നാടിൻ്റെ ചരിത്രവും രാജ്യത്തിൻ്റെ ചരിത്രവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഹിൽ പാലസ് മ്യൂസിയത്തിൽ ആരംഭിക്കാൻ 2014 മുതൽ ഗവൺമെൻറ് പരിഗണനയിലുള്ള പ്രൊജക്റ്റാണ്. സർ, ഇത് നടപ്പിലാക്കിയാൽ ഹിൽ പാലസിൻ്റെ വരുമാനം വർദ്ധിക്കും, കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തും. ആ പദ്ധതി ഇനിയെങ്കിലും നടപ്പിലാക്കാൻ ഗവൺമെൻറ് തയ്യാറാവുമോ? ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഹിൽ പാലസ് മ്യൂസിയത്തിൽ നടപ്പിലാക്കാൻ ഗവൺമെൻറ് തയ്യാറാവുമോ? ബഹുമാനപ്പെട്ട അംഗവും ഞാനും മുമ്പ് തന്നെ ഹിൽ പാലസ് സന്ദർശിക്കുകയും അതിൽ ക്രമീകരണം നടത്തേണ്ട കാര്യങ്ങൾ ആലോചിക്കുകയും ചില കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വിഷയങ്ങൾ തീർച്ചയായും അടുത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. നേരിൽ ചെന്ന് അത് പരിശോധിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി താങ്കൾ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ശ്രീ GS ജയലാൽ. സർ, പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞ സർക്കാർ ആരംഭിച്ച അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട് സർ. 2019 ആരംഭിച്ച ചാത്തന്നൂർ മണ്ഡലത്തിലെ സർക്കാർ ഓഫീസുകൾ നവീകരിക്കുന്ന എല്ലാ സർക്കാർ ഓഫീസും ISO സർട്ടിഫിക്കേഷൻ വാങ്ങുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എൻ്റെ മണ്ഡലത്തിലെ മുഴുവൻ സബ് രജിസ്റ്റർ ഓഫീസുകളിലും MLA ഫണ്ട് 1 കോടി രൂപ മുടക്കി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ വകുപ്പിൻ്റെ പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ISO സർട്ടിഫിക്കേഷൻ വാങ്ങാൻ 5 വർഷമായി കഴിയുന്നില്ല. അത് വകുപ്പ് നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ സബ് രജിസ്റ്റർ ഓഫീസുകളും സ്മാർട്ട് ഓഫീസായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സേവനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും അവിടെ അന്വേഷിച്ച് നേരിട്ട് ചെന്ന് അതിന് പരിഹാരം കാണാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നു. ശ്രീ വിൻസെന്റ്. സാറ്, 10,000-ഓളം ലൈസൻസ്ഡ് ഡോക്യുമെൻ്റ് റൈറ്റേഴ്സും ഓരോ ഓഫീസിലും 4 പേർ വെച്ച് 40,000 കുടുംബങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ട് സാർ. ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ടെംപ്ലേറ്റ് പദ്ധതി വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും നേരിട്ട് പോയി ഒരു അപേക്ഷ അക്ഷയ കേന്ദ്രത്തിൽ കൊടുത്ത് അവർക്കിടെ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇത് ഇത്രയും കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് അവർക്ക് തൊഴിൽ നഷ്ടപ്പെടാതെ ആ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളത്. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്.
ആധുനികവൽക്കരണം എല്ലാ രംഗത്തും ഈ വർത്തമാനകാലത്ത് അനിവാര്യമാണ് എന്ന് മാത്രമല്ല, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമൂലം നമ്മുടെ ഈ രംഗത്ത് ഏതെങ്കിലും ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയോ അവർ തെരുവാധാരമാവും എന്നൊരു ഉത്കണ്ഠയോ ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ പരിപാടികൾ ത്വരിതപ്പെടുന്നതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ സാധ്യതകൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ തുടർ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്.